അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ പോലെ നമ്മൾ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഒരു ബേസിക് കോൺസെപ്റ്റും പിന്നെ ഓവറോൾ ആ സബ്ജക്റ്റിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ സബ്ജക്റ്റിൻ്റെ നേച്ചർ പറയാം. അതായത് ഇത് കൂടുതലും കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ എക്കണോമിക്സിൽ വരുന്നത്. ബേസിക് എക്കണോമിക്സിൽ കൂടുതലും കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ UPSCയുടെ സിലബസ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ UPSC സിലബസ് എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് ബേസിക് എക്കണോമിക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ ഈ ബേസിക് എക്കണോമിക്സിൽ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലും കോൺസെപ്റ്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എന്താണ് ഡിമാൻഡ്, സപ്ലൈ, ഇങ്ങനെയുള്ള കോർ കോൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ ബേസിക് എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക് എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സബ്ജക്റ്റിൽ നിങ്ങളൊന്നും കാണാതെ പഠിക്കാനില്ല, മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം മഗ്ഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ ഒരു ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റില്ല. വളരെ നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സബ്ജക്റ്റിൻ്റെ MCQs സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ആയിട്ട് ബേസിക് എക്കണോമിക്സിൽ നിങ്ങൾക്ക് വേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. വളരെ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലായിരിക്കണം, അല്ലാതെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് വേണ്ടത് MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. MCQs കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിൽ കുറേയും കൂടി ക്ലാരിറ്റി കിട്ടും. സോ ദാറ്റ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. MCQs പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻ ചെയ്യുക. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് എക്കണോമിക്സിൽ ചെയ്യേണ്ടത്. ആൻഡ് കൂടുതലും ഈ സബ്ജക്റ്റ് പ്രിലിംസ് എക്സാമിനാണ് അല്ലെങ്കിൽ പ്രിലിമിനറിക്കാണ് റെലവൻ്റ് ആയിട്ടുള്ളത്. മെയിൻസ് എക്സാമിന് ബേസിക് എക്കണോമിക്സിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. സോ ഈ 4 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. കോൺസെപ്ച്വൽ ക്ലാരിറ്റി, MCQs പ്രാക്ടീസ്, മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻ, ആൻഡ് ദ സബ്ജക്റ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ പ്രിലിംസ് ആൻഡ് നോട്ട് മച്ച് ഫോർ മെയിൻസ്. പക്ഷേ എക്കണോമിയുടെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ ഇത് ഒരു അപ്ലൈഡ് ആസ്പെക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു അപ്ലൈഡ് എക്കണോമിക്സ് എന്ന് ഇതിനെ നമുക്ക് പെർസീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് എക്കണോമിക്സിൽ പഠിച്ച കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇന്ത്യൻ എക്കണോമിയിലെ ഓരോ സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, വേ ഫോർവേഡ്, സൊല്യൂഷൻസ്, ഇതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ ഓഫർ ചെയ്യണം. സോ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമ്മൾ ഇന്ന് ബേസിക് എക്കണോമിക്സിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓൾ റൈറ്റ്. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് നമ്മൾ ഈ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റുകൾ എങ്ങനെയാണ് പൊതുവേ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു കോൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫുൾ സബ്ജക്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ഇസ് ട്രേഡ് ഓഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ട്രേഡ് ഓഫ്. എന്താണ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ സമയം 10:30. നിങ്ങൾ 10:30 തൊട്ട് 11:30 വരെയുള്ള സമയം, യു ഹാവ് 1 hour. 1 മണിക്കൂറുണ്ട് നിങ്ങൾക്ക് ഈ ദിവസം. ഈ 1 മണിക്കൂറിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, റീന്യൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മണിക്കൂർ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കാം. ഈ 10:30 മുതൽ 11:30 വരെയുള്ള സമയത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കാം. ഇത് രണ്ടും കൂടെ നടക്കത്തില്ലല്ലോ. ഒന്നെങ്കിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വെബ് സീരീസ് കാണണം. രണ്ടും കൂടെ നിങ്ങൾക്ക് നടക്കത്തില്ല. അല്ലെങ്കിൽ ദർ ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ അറ്റൻഡിങ് റീന്യൂസ് ക്ലാസ് ആൻഡ് വാച്ചിങ് എ വെബ് സീരീസ്. സോ ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ട്രേഡ് ഓഫ്. നിങ്ങളുടെ കയ്യിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ലൂസ് ദ അതർ വൺ. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ കയറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ് സീരീസ് കാണാൻ പറ്റില്ല. വെബ് സീരീസ് കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. രണ്ടും കൂടി ഇവിടെ ഒരുമിച്ച് നടക്കത്തില്ല. ഇഫ് യു ചൂസ് വൺ, യു ഹാവ് ടു ലൂസ് ദി അതർ വൺ. സോ ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ട്രേഡ് ഓഫ്. അല്ലെങ്കിൽ നമ്മളിപ്പം വേറെ എന്താ എക്സാമ്പിൾ എടുക്കുന്നത്, ഇപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്. ഒരു ഭാര്യ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാമുകി പറ്റത്തില്ല. രണ്ടും കൂടെ ഇവിടെ നടക്കത്തില്ല. ഭാര്യയും കാമുകിയും കൂടെ നടക്കത്തില്ല. ദർ ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ യുവർ വൈഫ് ആൻഡ് യുവർ ഗേൾ ഫ്രണ്ട്. ഒന്നിനെ ചൂസ് ചെയ്താൽ യു ഹാവ് ടു ലൂസ് ദി അതർ വൺ. സോ ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ട്രേഡ് ഓഫ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.
അപ്പോൾ ഇത് എഴുതിയെടുക്കണ്ട, ജസ്റ്റ് ടേം ഓർത്താൽ മതി. ഇഫ് യു ചൂസ് വൺ യു ലൂസ് ദി അതർ വൺ. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എൻ്റെ 1 hour ക്ലാസ്സിൽ നിങ്ങൾ വന്ന് ഇരുന്നു എന്ന് വിചാരിക്കുക. യു ഹാവ് അറ്റൻഡഡ് 1 hour ഓഫ് റീനൂസ് ക്ലാസ്. ഓക്കെ, ഈ 1 hour എൻ്റെ ക്ലാസ്സിൽ ഇരുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? 10:30 മുതൽ 11:30 വരെയുള്ള സമയം എൻ്റെ ക്ലാസ്സിൽ ഇരുന്നില്ല, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? എൻ്റെ ഒരു ഐഡിയയിൽ നിങ്ങൾ തന്നെ പറയട്ടെ, ആ മൈക്കൊക്കെ ഓൺ ചെയ്ത് പറയൂ. ഒരു മണിക്കൂർ എൻ്റെ ക്ലാസ്സിൽ വന്ന് ഇരുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. പുറത്തു പോയായിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ ഔട്ട്. ഓക്കെ, പുറത്തു പോയായിരുന്നു, ചില്ല് ചെയ്യായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ വേറെ എന്ത് ചെയ്യായിരുന്നു? ഇൻസ്റ്റഗ്രാം തോണ്ടായിരുന്നു. ഓക്കെ, ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾക്ക് ചെയ്യായിരുന്നു. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എൻ്റെ ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നത്. So the opportunity cost of my 1 hour lecture is what all things you have sacrificed to get it. അപ്പോൾ എൻ്റെ 1 മണിക്കൂർ ക്ലാസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. കാരണം ഇതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എൻ്റെ ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നത്. So that is the concept of opportunity cost. What all things you have sacrificed or what are things you have given up to get something. That is the concept of a opportunity കോസ്റ്റ്. അപ്പം നമ്മൾ പൊതുവേ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പം നമ്മൾ മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ പണിതല്ലോ, വലിയ പറഞ്ഞ. അപ്പോൾ അതെന്തോ 3000 കോടിക്കാണ് പണിതത്. അപ്പോൾ പത്രത്തിലെല്ലാം ഉണ്ടായിരുന്നു ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇസ് ഹൈ. അതിൻ്റെ അർത്ഥം എന്താ? ഈ 3000 കോടി കൊണ്ട് സർക്കാരിന് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? ഹോസ്പിറ്റൽ പണിയായിരുന്നു, സ്കൂള് പണിയായിരുന്നു, റോഡ് പണിയായിരുന്നു. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് സർക്കാർ എന്ത് ചെയ്തത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിതത്. സോ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ഹൈ വെൻ യു മേക്ക് എ ലോഡ് ഓഫ് സാക്രിഫൈസസ്. അല്ലെങ്കിൽ ഇപ്പം UPSC സിവിൽ സർവീസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ചില്ലിങ് ടൈം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, ഇതെല്ലാം എന്താണ്? UPSC സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരും. സോ ഇറ്റ് ഇസ് സിംപ്ലി വാട്ട് ഓൾ തിങ്സ് യു ഹാവ് സാക്രിഫൈസ്ഡ് ടു ഗെറ്റ് സംതിങ്. ഇനി നമ്മളിതൊന്നും വേണ്ട, സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നിങ്ങൾ കടയിൽ പോയി ഒരു 100 രൂപയുടെ ഷാമ്പു മേടിച്ചു എന്ന് വിചാരിക്കാം. 100 രൂപയുടെ ഒരു ഷാമ്പു നിങ്ങൾ മേടിച്ചു. ഈ ഷാമ്പുവിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്ര? ഈ ഷാമ്പുവിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. കാരണം ആ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അപ്പം ഒരു ഷാമ്പു 100 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ the opportunity cost of that shampoo is 100 rupees, because with that 100 rupees you could have done a lot of things. അപ്പോൾ നമ്മുടെ ഈ വെട്ടം സിനിമ ഓർമ്മയുണ്ടോ? മറ്റേ ട്രെയിനിൽ ദിലീപും അവളും കൂടെ പോകുമ്പോൾ ദിലീപ് ഇവൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ദിലീപ് കണക്ക് പറയുന്ന ഓർമ്മയില്ല, ഒരു മോണോലോഗ് അടിക്കും. 1450 രൂപ 50 പൈസ ഉണ്ടായിരുന്നു, എനിക്ക് എത്ര പഴം പുഴുങ്ങി തിന്നായിരുന്നു, എനിക്ക് എത്ര എന്തായിരുന്നു ഡ്രസ്സ് വാങ്ങിച്ചിടായിരുന്നു, അങ്ങനെയൊക്കെ കുറേ പറയത്തില്ലേ. സോ ദാറ്റ് ഇസ് ദ എക്സാക്ട് എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നിനക്ക് വേണ്ടി ഞാൻ 1500 രൂപ ചിലവാക്കി. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് റിയലി ഹൈ ബിക്കോസ് ഐ കുഡ് ഹാവ് ഡൺ ദീസ് മെനി തിങ്സ്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ എത്ര പൈസ ചിലവാക്കി അല്ലെങ്കിൽ എത്ര സാക്രിഫൈസ് ചെയ്തു? ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ വരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പം ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബേസ് ചെയ്ത് UPSC ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ച ചോദ്യമാണ്, 5-6 വർഷം മുന്നേ ചോദിച്ച ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തു. അത്യാവശ്യം നല്ല ഈ ക്വസ്റ്റ്യൻ കാണാമോ? ഓക്കെ, സോ ഐ ഗിവ് യു 1 minute അല്ലെങ്കിൽ 1.5 minutes ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? ഇഫ് എ കമ്മോഡിറ്റി ഈസ് പ്രൊവൈഡഡ് ഫ്രീ ടു ദ പബ്ലിക് ബൈ ദ ഗവൺമെൻറ്, അതായത് ഇവിടെ ഗവൺമെൻറ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു സാധാ കൺസ്യൂമർ ഉണ്ടെന്ന് വിചാരിക്കുക. ഗവൺമെൻറ് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 രൂപയുടെ ഷാമ്പു ഫ്രീ ആയിട്ട് ഇയാൾക്ക് കൊടുക്കുന്നു.
അപ്പോൾ ഇയാളല്ല ഈ സാധനം മേടിച്ചത്. അപ്പോൾ ഹി ഹാസ് ഡൺ നോ സാക്രിഫൈസസ്. 100 രൂപയുടെ ഷാമ്പു ഇയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇയാളുടെ അടുത്തുനിന്ന് ഒരു സാക്രിഫൈസും വന്നിട്ടില്ല. സോ ദിസ് പേഴ്സൺ ഹാസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി ഗവൺമെൻറ് എടുത്തുകൊണ്ട് വരിക. ഗവൺമെൻറ് 100 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ട്. ആ 100 രൂപ കൊണ്ട് ഗവൺമെൻറ് വേറെ പല കാര്യങ്ങളും ചെയ്യായിരുന്നു. അതൊന്നും ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഗവൺമെൻറ് ഇയാൾക്ക് 100 രൂപയുടെ ഷാമ്പു കൊടുത്തത്. സോ ഗവൺമെൻറ് ഹാസ് സം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പക്ഷെ നിങ്ങൾ ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, ഗവൺമെൻറ്റിന് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്? നമ്മളെ പോലുള്ളൊരു ടാക്സ് അടയ്ക്കുമ്പോഴാണ് ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്നത്. സോ ഇവിടെ ടാക്സ് അടയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് 100 രൂപ ടാക്സ് അടയ്ക്കുന്നു. ആ 100 രൂപ വെച്ചിട്ടാണ് ഗവൺമെൻറ് ഇയാൾക്ക് ഷാമ്പു കൊടുക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി ആരാണ് സാക്രിഫൈസ് ചെയ്തത്? ടാക്സ് അടയ്ക്കുന്ന നമ്മൾ 100 രൂപ കൊടുത്തിട്ടാണ് ഇവന് ഫ്രീ ആയിട്ട് ഷാമ്പു കിട്ടിയത്. സോ ദ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ഹസ് കം ഫ്രം ദി ടാക്സ് പേയിങ് പബ്ലിക്. സോ ആർക്കാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളത്? അപ്പോൾ ടാക്സ് പേയിങ് പബ്ലിക്കിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളത്. ഇയാൾക്കായിരുന്നു ഐഡിയലി ഞാനൊരു ഷാമ്പു വാങ്ങിച്ചാൽ ഞാനാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബെയർ ചെയ്യേണ്ടത്. പക്ഷേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ കൺസ്യൂമിങ് പബ്ലിക് ടു ദ ടാക്സ് പേയിങ് പബ്ലിക്. സോ ഇത് എനിക്കൊന്ന് മെജോറിറ്റിയും ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഡി തെറ്റാണെന്നല്ല, പക്ഷെ ഡി ഇസ് നോട്ട് ആക്യുറേറ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഗവൺമെൻറ് ഇല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് അൾട്ടിമേറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർക്കാണ് വരുന്നത്? ടു ദ ടാക്സ് പേയിങ് പബ്ലിക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MCQs സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ഡെഫിനിഷൻ മഗപ്പ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല. ബിക്കോസ് ദേ വിൽ ഡെഫിനറ്റ്ലി ആസ്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് നല്ല ക്ലാരിറ്റി വേണം. എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതായിരുന്നു എനിക്കിന്ന് ഒരു എക്കണോമിക്സിന്. ഇനിയും അങ്ങോട്ട് പോകുന്ന എല്ലാ കോൺസെപ്റ്റും ഇങ്ങനെ ആയിരിക്കും. വിൽ എക്സ്പ്ലെയിൻ എ കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കോൺസെപ്റ്റ്, ആപ്ലിക്കേഷൻ, അങ്ങനെ ആയിരിക്കും കൂടുതലും എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ പോകാൻ പോകുന്നത്. അപ്പോൾ നൗ ലെറ്റ് മീ ഗിവ് യു എ ബ്രീഫ് ഓവർവ്യൂ ഓഫ് ദി സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബേസിക് എക്കണോമിക്സിൽ ഏകദേശം 9 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇൻട്രൊഡക്ഷനിൽ ശരിക്കും നമ്മൾ ഈ 9th 10th നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? CBSE സിലബസിൽ NCERT 9th 10th എക്കണോമിക്സ് ഉണ്ടായിരുന്നു. സോ ആ അന്ന് പഠിച്ച പോർഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ബ്രഷപ്പ് ചെയ്യാണ് ഈ ഇൻട്രൊഡക്ഷനിൽ. ഇനി അപ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ടും ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷറി സെക്ടർ, ക്വാട്ടർണറി സെക്ടർ, അങ്ങനെയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തെടുക്കും. ഇനി ബേസിക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സിൽ വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ എന്താണ് വരാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററാണ്, ബേസിക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഇവിടെ നമ്മൾ ഡിമാൻഡ്, സപ്ലൈ, മാർക്കറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറയും. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു സെറ്റ് ദ ബേസ് ഫോർ ദി അപ്കമിങ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഏറ്റവും ഫൗണ്ടേഷണൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അല്ലെങ്കിൽ നിങ്ങൾ GDP എന്ന് കേട്ടിട്ടില്ലേ? പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് GDP കൂടി, GDP കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കാണുമല്ലോ. സോ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ കൂടുതലും നമ്മൾ GDPയുടെ കാൽക്കുലേഷൻ ആണ് പഠിക്കുന്നത്. എന്താണ് GDP എന്നുള്ളത് പഠിക്കും. ആൻഡ് GDP അല്ലാതെ കുറേ മെട്രിക്കുകളുണ്ട് ടു മെഷർ ഇൻകം. അങ്ങനെ കുറച്ച് മെട്രിക്കുകളെ കുറിച്ച് പഠിക്കും. ആൻഡ് പൊതുവെ ഇപ്പം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നതിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ചാപ്റ്റർ ഇസ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. റീസൺ എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. കാരണം കുറച്ച് ഇക്വേഷൻസ് വരുമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല. പക്ഷെ സ്റ്റിൽ സ്റ്റുഡൻസ് പെർസീവ് ഇറ്റ് ആസ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ചാപ്റ്റർ. ഇനി നിങ്ങൾക്ക് എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേ ദിസ് ചാപ്റ്ററിൽ കുറച്ചും കൂടെ മാത്സ് ഇൻവോൾവ് ആണ്, ഇക്വേഷൻസ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടായിരിക്കാം മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാത്തവർക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, GDP കാൽക്കുലേഷൻ, നാഷണൽ ഇൻകം, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റ് മെട്രിക്കുകൾ. GDP, GNP, GNI, NDP, NNP, NNI, ഇതെല്ലാം നിങ്ങൾ പഠിക്കും, ഒന്നും കണ്ട് പേടിക്കണ്ട. ഓക്കെ, ഇനി തേർഡ് ചാപ്റ്റർ ആണ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ എന്ന് ഞാൻ പൊതുവേ പറയാറ്. ഇറ്റ് ഈസ് ഇൻഫ്ലേഷൻ. കാരണം ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത
നമ്മളുടെ എല്ലാം ഡെയിലി ലൈഫിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മളെ ഓരോരുത്തരെയും അഫക്റ്റ് ചെയ്യും. സോ അതിൻ്റെ പല പല ഡൈനാമിക്സ് പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും പെട്ടെന്ന് പിള്ളേർക്ക് അത് കത്തും, റിലേറ്റബിളാണ്. ഓരോ ദിവസത്തെ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇൻഫ്ലേഷൻ ചാപ്റ്ററിൽ പറയുന്നത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എ റിയലി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. എന്തുകൊണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ആൻഡ് UPSC ഓൾസോ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി നെക്സ്റ്റ് ഇസ് മോണിറ്ററി പോളിസി. നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഈ ടേം കേട്ടിട്ടുണ്ടായിരിക്കും, മോണിറ്ററി പോളിസി കമ്മിറ്റി, റെപ്പോ റേറ്റ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരും. കാരണം ഓരോ 3 മാസം കൂടുമ്പോഴും മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. റെപ്പോ റേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റിവൈസ് ചെയ്യാറുണ്ട്, അനൗൺസ് ചെയ്യാറുണ്ട്. സോ പത്രം വായിക്കുന്നവരാണെങ്കിൽ യു വുഡ് ഹാവ് നോട്ടീസ് ദ ടേം മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ ഈ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടേക്കപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് മെഷേഴ്സിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. വില ഇങ്ങനെ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനെ എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വി ടേക്കപ്പ് മോണിറ്ററി പോളിസി. ഓക്കെ ആണല്ലോ. ആൻഡ് ഇതിൽ കുറച്ചും കൂടെ എന്ത് വരും, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി പറയും, CRR, ബാങ്കിങ്ങിൻ്റെ ബേസിക്സ്, ഇതെല്ലാം ഇവിടെ കവേർഡ് ആണ്. ദെൻ യു ഹാവ് ഫിസ്ക്കൽ പോളിസി. ഇപ്പോൾ ഫിസ്ക്കൽ പോളിസിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ ഒരു പെട്ടിയായിട്ട് പാർലമെൻറ്റിൽ കയറാറുണ്ട്. സോ ആ പെട്ടിയിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസിയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രോസസ്സ് എന്താണ്, ബഡ്ജറ്റിലെ കോമ്പണൻസ് എന്താണ്, ദീസ് വുഡ് ബി ദ മെയിൻ ക്രക്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ചാപ്റ്റർ. ദെൻ യു ഹാവ് ടാക്സേഷൻ. അപ്പോൾ ടാക്സേഷനിൽ ഏകദേശം ഇതിൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെ നമ്മൾ അല്ലറ ചില്ലറ എന്താ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം കടകളിൽ പോയി സാധനം വാങ്ങിക്കുമ്പം SGST, CGST ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. സോ ടാക്സേഷൻ്റെ ബേസിക്സ്, ഇൻകം ടാക്സിൻ്റെ ബേസിക്സ്, അതുപോലെ തന്നെ GSTയുടെ ബേസിക്സ് ആൻഡ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ജസ്റ്റ് ടാക്സസ് എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഓർത്തിരിക്കാൻ കുറച്ചും കൂടി പാടാണ്. കുറച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്ത് വരും, ടാക്സേഷൻ ചാപ്റ്ററിൽ വരും. സോ ഓരോന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് യു വിൽ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിഫിക്കൽട്ടി. ഓക്കെ, മനസ്സിലാക്കാൻ പാടില്ല, പക്ഷെ അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. Then you have the most exciting chapter, external sector. രൂപയുടെ മൂല്യം കുറയുന്നു കൂടുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാറില്ലേ. സോ എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം കുറയുന്നത് കൂടുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ദിസ് ചാപ്റ്റർ ഇസ് എ പ്യോർലി കോൺസെപ്ച്വൽ ആൻഡ് ടെക്നിക്കൽ ചാപ്റ്റർ. നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, ഡോളറിൻ്റെ സപ്ലൈ കുറയുന്നു, റുപ്പിയുടെ സപ്ലൈ കൂടുന്നു, ഇതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ വുഡ് ബി എക്സ്റ്റേണൽ സെക്ടർ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദെൻ യു ഹാവ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ചാപ്റ്ററിൽ നിന്ന് വർഷങ്ങളായിട്ട് UPSC നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ ഒരു കൺവെൻഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് കയറി സേവിങ്സ് ഉണ്ട്, സ്പെൻഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പൈസ സേവ് ചെയ്യും. ഈ പൈസ കൊണ്ട് ബാങ്കിൽ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺവെൻഷണൽ അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ ഈ ബാങ്ക് അല്ലാതെ എവിടെയൊക്കെ കൊണ്ട് നമുക്ക് പൈസ ഇടാം, പൈസ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്ട് പൊതുവേ നമുക്ക് സ്കൂളുകളിലാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടാൽ സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ കൂടിപ്പോയാൽ 4%, 5% പലിശ കിട്ടും. FD ആണെങ്കിൽ 8% പലിശ കിട്ടും. അതിൽ കൂടുതലോട്ട് ഒരു ബാങ്കും ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ അതർ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ബോണ്ട്സ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സിലൊക്കെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിട്ടേൺസ് വുഡ് ബി 15%, 20%. ആൻഡ് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവർ ഹാവ് രജിസ്റ്റേർഡ് 40%, 50% ഒക്കെ പ്രോഫിറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് അവയർനെസ് വേണം. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇടാൻ അറിയുന്നതിനല്ല ഫൈനാൻഷ്യൽ ലിറ്ററസി, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ അറിയുന്നതിനല്ല ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അല്ലാതുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് എന്ത് വേണം, അവയർനെസ്
വേണം. സോ ബോണ്ട് എന്താണ്, സ്റ്റോക്സ് എന്താണ്, മ്യൂച്വൽ ഫണ്ട്സ് എന്താണ്, ഡെറിവേറ്റീവ്സ് എന്താണ്, എവിടെയൊക്കെ നമുക്ക് പൈസ ഇടാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് പൈസ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സാമിന് പുറമെ ഇതിന് നമ്മുടെ റിയൽ ലൈഫിൽ നല്ല ആപ്ലിക്കേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഐ സേ ദിസ് ടു ഗേൾസ്. നമ്മൾ ജോലി കിട്ടി സാലറി നേടുമ്പോൾ നമ്മുടെ പൈസ നമ്മളാണ് മാനേജ് ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയല്ല ചെയ്യേണ്ടത്. യു ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വേർ യുവർ സാലറി ഗോസ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏത് ഫണ്ടിലാണ്, ഏത് സ്റ്റോക്കിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ക്ലിയർ കട്ട് ക്ലാരിറ്റി വേണം. സോ അതിനും കൂടെ എംപവർ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. Then you have the last chapter, banking system. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ബാങ്കിങ്. കാരണം ഇവിടെ നമ്മൾ കാര്യമായിട്ട് കോൺസെപ്റ്റ്സ് ഒന്നും ഡിസ്കസ് ചെയ്യില്ല. ഇവിടെ നമ്മൾ കൂടുതലും എന്താണ് ഇന്ത്യയിലെ പല ടൈപ്പ് ബാങ്ക്, സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക്, ഇങ്ങനെ കുറച്ച് പല ടൈപ്പ് ബാങ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, മഗ്ഗപ്പ് ചെയ്ത് തന്നെ വേണം. സോ ഇവിടെ കുറച്ച് മഗ്ഗിങ് അപ്പിൻ്റെ ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കുറേ ആക്റ്റുകൾ കാണാതെ പഠിക്കണം. സോ ദിസ് ചാപ്റ്റർ ഇസ് ഗോയിങ് ടു ബി ലിറ്റിൽ ഡ്രൈ. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാണാതെ പഠിച്ചങ്ങ് പോയാൽ മതി. പക്ഷേ എന്താണ്, പാടാണ്. ആ സാധനം കുത്തിയിരുന്ന് കാണാതെ പഠിച്ചുകൊണ്ട് ഇരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ബാങ്കിങ്. സോ നമ്മൾ ബേസിക് എക്കണോമിക്സിൽ ഇത്രയുമാണ് സിലബസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഓരോ ചാപ്റ്റർ അറൗണ്ട് ഒരു 25 ക്ലാസ്സസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ബേസിക് എക്കണോമിക്സ് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. കാരണം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കത്തണം. ആ ബൾബ് ക്ലാസ്സിൽ ഇരുന്ന് കത്തിയില്ലെങ്കിൽ പിന്നെ കത്താൻ പോകുന്നില്ല. കാരണം എക്കണോമിക്സ് ഇസ് ദാറ്റ് വൺ സബ്ജക്ട്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ക്ലാസ്, യു ആർ നോട്ട് ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബൈ റീഡിങ് എ ബുക്ക്. 10 ബുക്ക് വായിച്ചാലും കോൺസെപ്റ്റ് മനസ്സിലാവില്ല. കാരണം അത് ക്ലാസ്സിൽ ഇരുന്ന് ആ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ബൾബ് കത്തിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ് മൈറ്റ് സൗണ്ട് എ ലിറ്റിൽ ബ്രൂട്ടൽ, പക്ഷേ ഇറ്റ്സ് ട്രൂ. ജോഗ്രഫിയും എക്കണോമിക്സും അങ്ങനെ 2 സബ്ജക്റ്റുകളാണ്. ക്ലാസ് മനസ്സിലാവാതെ ബുക്ക് വായിച്ചാൽ ഒരു രക്ഷയില്ലാത്ത 2 സബ്ജക്റ്റാണ് ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ്. ബാക്കി സബ്ജക്റ്റുകൾ ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ ക്ലാസ് മനസ്സിലായില്ലെങ്കിലും യു ക്യാൻ ഗോ റീഡ് അപ്പ് എ ബുക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി. പക്ഷേ ദാറ്റ്സ് നോട്ട് ട്രൂ അബൌട്ട് എക്കണോമിക്സ് ആൻഡ് ജോഗ്രഫി. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? എക്കണോമിക്സ് അല്ലാതെ ഇൻ ജനറൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ അബൌട്ട് UPSC പ്രിപ്പറേഷൻ? ഓൾ റൈറ്റ്. അപ്പോൾ ശരി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എന്താണ് ഏർലി ബേർഡ്സ് ആണ്, ഏർലി തന്നെ സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ലതാണ്. ഞാനും കോളേജിൽ തന്നെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് ബെനിഫിറ്റഡ് മീ എ ലോട്ട്, എസ്പെഷ്യലി വെൻ കംസ് ടു റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇംപ്രൂവിങ് ദ വൊക്കാബുലറി. അതിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു.